സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ചെറുമല പാലക്കാത്തടം നീർത്തട പദ്ധതിയുടെ ആസ്തി കൈമാറ്റ ചടങ്ങ് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. പഴവർഗ്ഗങ്ങളുടെ കൃഷി ലാഭകരമാക്കാൻ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയെന്നും ഈ വർഷം സംസ്ഥാനം 200 ക്ലസ്റ്ററുകളിലേക്ക് എത്തുമെന്നും കൃഷി, മണ്ണു പര്യവേക്ഷണ, മണ്ണു സംരക്ഷണ വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. പഴവർഗ്ഗ കൃഷിയുടെ 200 ക്ലസ്റ്ററുകളിലൊന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അനുവദിക്കുമെന്നും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിലുള്ള ഫലസമൃദ്ധി പദ്ധതി അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടങ്ങളിലാണ്. കർഷകന്റെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വമായി മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകന് അന്തസ്സാർന്ന ജീവിതം നയിക്കാനായാൽ മാത്രമേ കൃഷിയിൽ നിലനിൽക്കാനാവൂവെന്നും മന്ത്രി പറഞ്ഞു. കർഷകൻ നട്ടല്ലാണെന്നും കർഷകൻ ദൈവമാണെന്നും കർഷകൻ എല്ലാമാണെന്നും പ്രസംഗിച്ചിട്ട് മാത്രം കഥയൊന്നുമില്ല. അത് നോക്കുകയാണെങ്കിൽ ചിങ്ങ കൃത്യമായിട്ട് നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ കർഷകൻ്റെ സംരക്ഷണം എന്നത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ചടങ്ങിൽ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ ആസ്തി കൈമാറ്റ രേഖ മന്ത്രി പി പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, PR അനുപമ, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TJ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ, മണ്ണ് സംരക്ഷണ വകുപ്പ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നബാർഡിന്റെ ധനസഹായത്തോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 9, 13, 14, 15 വാർഡുകളിലും മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിന്റെ ഏതാനും ഭാഗങ്ങളിലുമായി 542 ഹെക്ടർ സ്ഥലത്താണ് ചെറുമല പാലക്കാത്തടം നീർത്തട പദ്ധതി പൂർത്തീകരിച്ചത്. 145.87 ലക്ഷം രൂപയുടെ ആസ്തി നിർമ്മാണത്തിനൊപ്പം തദ്ദേശീയർക്കായി തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. ഇനി ആസ്തിയുടെ സംരക്ഷണം ഗ്രാമപഞ്ചായത്തിനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.